കുറച്ചു ദിവസമായിട്ട് യേശു ശിഷ്യന്മാരും കുറെ ജനവും ഒരിടത്തായിരിക്കുക. So Jesus, his disciples and a multitude are there for few days. യേശു എന്ത് ചെയ്യാൻ പോകുന്നു യേശുവിന് അറിയാം. Jesus knew what he's going to do. പക്ഷേ അന്ത്രയോസിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാ ചോദിച്ചത്, എത്ര ഉണ്ട്? But to test Andrew, Jesus asked, how much do you have? ഉള്ളതവൻ വർദ്ധിപ്പിക്കും. What you have, he will multiply. സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നാൽ If you stand in the presence, വർധന ഉണ്ടാവും. there will be multiplication. സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ If presence has to come down, ഹോളിനെസ് വെളിപ്പെടണം. there should be holiness. വിശുദ്ധി വെളിപ്പെടണം. There should be holiness. വിശുദ്ധി ഉള്ളിടത്ത് Where there is holiness, സാന്നിധ്യം വെളിപ്പെടും. there is presence. സാന്നിധ്യം വെളിപ്പെടുവാൻ തടസ്സമായതെല്ലാം മാറണം. All the entrance against the presence should move out. എന്റെ ജീവിതത്തിൽ, നിങ്ങൾ പറയണം, എന്റെ ജീവിതത്തിൽ, You should say, in my life, എന്റെ കുടുംബത്തിൽ, in my family, എന്റെ തലമുറയിൽ in my children, ദൈവ സാന്നിധ്യം വെളിപ്പെടണം. I want God's presence to be revealed. ദൈവിക വിശുദ്ധി വെളിപ്പെടണം. God's holiness should be അത് revealed. തുടരണം. It should continue. നിങ്ങളുടെ സകല വിഷയത്തിനും മറുപടിയാ സാന്നിധ്യം. The answer to all your issues is the presence of God. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ, If the presence of God comes down, ഹല്ലേലൂയ, ചില വിഷയത്തിന് മാത്രമല്ല മറുപടി, answer is not for certain issues, സകല വിഷയത്തിനും ആ അറ്റ്മോസ്ഫിയർ മറുപടി പറയും. but an atmosphere will give answer to all issues. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില കുടുംബങ്ങളുടെ അകത്ത് വീർപ്പുമുട്ടുന്ന സാഹചര്യങ്ങൾ മാറുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടണം. In some of your family, as an answer to your struggles, the presence of God should come down. ചിലര് ഭയങ്കര കറക്ഷനാ, മറ്റുള്ളവരെയൊക്കെ ഭയങ്കര കറക്റ്റിംഗാ. Some people correct others. കർത്താവ് ചോദിക്കുക, നിന്റെ കണ്ണിൽ കോല് കിടക്കുക, Spirit of God is asking, there is a log in your മറ്റുള്ളവരുടെ കരട നീ എടുക്കാൻ ശ്രമിക്കുന്നത്. You are trying to take small, ആദ്യം നിന്റെ കണ്ണിലെ കോലെടുക്കുക, take the log from your നിന്നെ eye. പണിയാൻ വിട്ടുകൊടുക്കുക, Submit yourself to build you. വിധേയപ്പെടുക, Submit yourself. അടിയനിതാ എന്ന് പറയുക. Say, here I am, Lord. അവൻ നിന്നെ പണിഞ്ഞു തുടങ്ങിയാൽ, If he starts building you, ഹല്ലേലൂയ, മേൽത്തരമായ പാത്രമാക്കി തീർത്തിരിക്കും. he will make you a beautiful vessel. അവൻ ചില ഷേപ്പുകൾ നിന്റെ മേൽ വരുത്തും. He will bring shape പിന്നെ upon you. പഴയതുപോലെ നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. Then you cannot speak as of old. പക്ഷെ നീ പിന്നീട് സംസാരിച്ചാൽ, But the moment is not speak. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെ ആത്മാവ് നിന്റെ നാവിനെ തിരിച്ചിരിക്കും. God will turn your tongue as a beautiful writer. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ചില കാര്യങ്ങളിലൂടെ ഞാൻ പറയാം, ആ വ്യക്തിയുടെ ഭാഷ മാറും, ആ വ്യക്തിയുടെ ടോക്ക് മാറും. പറഞ്ഞതുപോലെ ആകത്തില്ല, ആള് വേറൊരു പ്രകൃതമാകും. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ സംസാരം, അവരുടെ സംസാരം എഴുതി വെച്ചോ, നിന്റെ മേൽ ഒരു നിയോഗം ചലിച്ചിരിക്കും. Those who are led by Spirit, their language will change, their tone will change, their character will change. വാക്കും വാക്തത്വം ഭയങ്കര ബന്ധമാണ്. Your words and your promise are very connected. ആരെല്ലാം വാക്തത്വത്തെ തള്ളിക്കടത്താൻ ശ്രമിച്ചാലും, Whoever may try to extinguish a promise, വാക്തത്വമുള്ളവർ അതിനൊന്നും വില കൽപ്പിക്കാതെ വാക്തത്വങ്ങൾക്കൊത്തവണ്ണം മാത്രം സംസാരിച്ചാൽ, those who are having promise, if they speak accordingly, വാക്തത്വം പൊട്ടിക്കിളിർത്തിരിക്കും. the promise will surely sprout ഒരിക്കൽ up. കൂടെ പറയാം, നിനക്ക് എത്ര വാക്തത്വമുണ്ടോ, നിന്റെ വായും നിന്റെ വാക്തത്വം കണക്കട. വാക്തത്വത്തിനൊത്തവണ്ണം സംസാരിക്കുന്നത് തുടർന്നാൽ എഴുതിയിട്ടോ, ആരെല്ലാം ഒതുക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം മൂടി വെക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു ദിവസം പൊട്ടിക്കിളിർത്ത നീ പുറത്തു വന്നിരിക്കും.